കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി കണ്ടാലോ. വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ ബോർഡർ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി പോർഷനിൽ ഒരു കുഞ്ഞു ബൂട്ടാസ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെറ്റീരിയലാണ് വെൽവെറ്റ് ഓർഗാൻസ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഫ്ലോയി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലുള്ള ഒരു സാരിയാണിത്. നമുക്ക് ഒരു നൈറ്റ് പാർട്ടിക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ക്രിസ്മസ് തീമായിട്ടൊക്കെ റെഡ് കളറാകുമ്പോൾ ക്രിസ്മസ് തീമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ചസും കൂടെ അവൈലബിൾ ആണ്. ഒരു ഡസ്റ്റി പിസ്ത കളർ ആൻഡ് ലൈല കളർ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കളർ ഓപ്പൺ ചെയ്ത് കാണിക്കാം. റെഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. റെഡ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് റെഡ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഹാൻഡ് വർക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ഹാൻഡ് വർക്ക് ഓൺ സ്ലീവ്സ്, എൻഡ് ഓഫ് ദ സ്ലീവ്സിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഫ്ലോയി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ നെക്സ്റ്റ് 2 കളേഴ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഫസ്റ്റ് വൺ ഒരു ലൈല കളർ ആൻഡ് സെക്കൻഡ് ഒരു ഡസ്റ്റി പിസ്ത ഗ്രീൻ കളറാണ്. ഒരു ഡസ്റ്റി ടച്ച് വരുന്ന ഒരു പിസ്ത ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതാണ് പിസ്ത ഗ്രീൻ. അടുത്തത് ലൈല കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ DM ചെയ്താൽ മതി. കളേഴ്സ് നമുക്ക് വിർച്വലായിട്ട് വേണമെങ്കിൽ നമുക്ക് വിർച്വൽ കോളിങ്ങിലൂടെ അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ഇമേജ്, റെഡിൻ്റെ ഓപ്പൺ ഇമേജ് ആണ് ഇപ്പോൾ കാണുന്നത്. ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന നമ്പറിൽ DM ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തിരുന്നു.